3 വാക്യം. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 21, 22, 23 വാക്യം. സ്തോത്രം. യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ദൈവത്തിൽ വിശ്വാസമുള്ളവരായിരിപ്പിൻ. ആരെങ്കിലും തൻ്റെ ഹൃദയത്തിൽ സംശയിക്കാതെ താൻ പറയുന്നത് സംഭവിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ മലയോട് കടലിൽ പോയി ചാടുക എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞതുപോലെ സംഭവിക്കും. സ്തോത്രം. ദൈവത്തിൻ്റെ തിരുവെഴുത്ത് നമ്മെ വ്യക്തമായി പഠിപ്പിക്കുന്നത് വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നുവെന്ന്. അങ്ങനെ കാണാതെ നീ വിശ്വസിക്കുന്ന നിൻ്റെ വിശ്വാസം അത് കർത്താവിലാണെങ്കിൽ അതിൻ്റെ പൂർണ്ണത നിൻ്റെ ജീവിതത്തിൽ വെളിപ്പെടുന്നത് നിനക്ക് കാണുവാൻ കഴിയും. പലരും നിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യാറുണ്ട്. നീ ഇത്രയും കാലം പ്രാർത്ഥിക്കാൻ പോയിട്ട് നിന്നിലൊരു നന്മയും കാണുന്നില്ലല്ലോ, നിൻ്റെ മക്കൾക്ക് ഒരു ഉയർച്ച ലഭിച്ചില്ലല്ലോ, നിൻ്റെ ഭവനത്തിൻ്റെ സ്ഥിതിക്ക് മാറ്റം വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് നിൻ്റെ വിശ്വാസത്തെ ചോദ്യം ചെയ്യുവാൻ പലരും നിൻ്റെ നേരെ കടന്നു വന്നിട്ടുണ്ട്, ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. സ്തോത്രം. അത് മാത്രമല്ല, അവർ പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: നീ പോകുന്ന പള്ളിയിൽ ആത്മാക്കൾ കുറവാണ്, അവിടെ ഉള്ളവർ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവമുള്ളവരാണ്, അതുകൊണ്ടാണ് നിൻ്റെ ജീവിതത്തിലും നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരാത്തത്. അഭിപ്രായങ്ങൾ ഒരുപാട് നമ്മുടെ കാതുകളിൽ എത്താറുണ്ട്. പക്ഷേ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിൽ നിങ്ങളോട് ഞാനൊരു ദൂത് പറയാം. സ്തോത്രം. ലോകത്തിൻ്റെ വാക്കുകൾക്കല്ല നീ ചെവി കൊടുക്കേണ്ടത്. ദൈവത്തിൻ്റെ വചനം എന്ത് പറയുന്നുവോ, ദൈവം എന്ത് പറയുന്നുവോ അത് കേട്ട് അതുപ്രകാരം നീ ദൈവത്തിന് മഹത്വം കൊടുക്കാൻ തയ്യാറായാൽ നിന്റെ മുഖം ലജ്ജിക്കത്തില്ല. നിന്നെ ലജ്ജിപ്പിക്കുവാൻ ശ്രമിച്ചവർ നിന്റെ മുമ്പിൽ ലജ്ജിച്ച് തല താഴ്ത്തുന്നത് നിന്റെ കണ്ണുകൊണ്ട് നീ കാണും. സ്തോത്രം. വിശ്വാസത്തോടെ നീ പറയുന്നത് സംഭവിക്കുമെന്ന് കർത്താവ് തൻ്റെ തിരുവെഴുത്തിലൂടെ വിശുദ്ധ മത്തായി നമ്മോട് അറിയിക്കുമ്പോൾ ഇന്ന് പകൽക്കാലം നമുക്ക് വിശ്വസിക്കാം. ഞാൻ വിശ്വസിച്ചിരിക്കുന്ന എൻ്റെ ദൈവം എന്നോട് ചെയ്ത വാഗ്ദത്തം നിവർത്തിക്കും. സ്തോത്രം. ആ ഒരു വിശ്വാസം ആദ്യം നമ്മുടെ അകത്തേക്ക് വരണം. കാരണം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി പറയുന്നത് അവങ്കലേക്ക് നോക്കിയവർ പ്രകാശിതരായി. ലോകത്തിൽ അങ്ങും ഇങ്ങും നോക്കിയവരുടെ മുഖം പ്രകാശപൂർണമായി എന്നല്ല പറയുന്നത്, കർത്താവിങ്കലേക്ക് നോക്കിയവരുടെ മുഖം പ്രകാശമായി. അവരുടെ മുഖം ലജ്ജിച്ചു പോയില്ല. അവരുടെ നിലവിളിക്ക് വ്യക്തമായി മറുപടി ദൈവം കൊടുത്തുവെന്നാണ് തിരുവെഴുത്തിനകത്ത് നാം വായിക്കുമ്പോൾ കാണുന്നത്. അങ്ങനെയെങ്കിൽ ഈ നല്ല പകൽക്കാലം കുഞ്ഞെ, നിന്റെ ജീവിത ഭാരവും പേറി നീ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം അതൊരാശ്വാസം കിട്ടാൻ വേണ്ടി അലയുമ്പോൾ എൻ്റെ കർത്താവ് പറയുന്നത് ഇങ്ങനെയാ: നീ എൻ്റെ അടുക്കൽ വരുമെങ്കിൽ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കാം. സ്തോത്രം. എന്തുകൊണ്ടാണ് കർത്താവിൻ്റെ അടുക്കൽ വരുവാൻ പറഞ്ഞത്? ഇന്നലെ വരെ അവൻ നിന്നോട് കൂടെ ഇരുന്നിട്ടും, ഇന്നലെ വരെ അവൻ നിനക്ക് വേണ്ടി ചെയ്തു തന്ന നന്മകൾ അനുഭവിച്ചിട്ടും ആ മഹത്വം നീ തിരിച്ചറിഞ്ഞില്ല, അവൻ്റെ സാന്നിധ്യം നീ തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നീ വിശ്വസിക്കുക. സ്തോത്രം. അപ്പം നിൻ്റെ ഉള്ളിലെ വിശ്വാസം പൂർണ്ണമല്ലാതെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും നീ ആഗ്രഹിക്കുന്ന ശുഭഭാവി നിൻ്റെ ജീവിതത്തിൽ കടന്നു വരാത്തത്. നോക്ക്, പല അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവർത്തികളും ഒക്കെ കർത്താവ് തൻ്റെ ജീവിതയാത്രയിൽ ചെയ്തെടുത്തു. പക്ഷെ പലരും അതിനെ സംശയ ദൃഷ്ടിയോടെയാണ് നോക്കിക്കണ്ടത്. സ്തോത്രം. പലരും പറയുന്ന ചില കാര്യങ്ങളുണ്ട്. സ്തോത്രം. കർത്താവേ, ഇതൊക്കെ ചെയ്യുന്നത് എങ്ങനെയെന്ന് ഞങ്ങളെയും കൂടെ ഒന്ന് അറിയിക്കണമേ. ഇനി കണ്ട ന്യായശാസ്ത്രിമാരും പ്രവാചകന്മാരും പുരോഹിതന്മാരും ഒക്കെ ഈ അത്ഭുതങ്ങൾ കണ്ടിട്ട് അതിനെ ഏറ്റെടുക്കാതെ ക്രിസ്തുവിനെ ചോദ്യം ചെയ്തുകൊണ്ട് അവനെ വാക്കിൽ കുടുക്കി എങ്ങനെയും ആ ശുശ്രൂഷയെ തകർക്കാമെന്ന് പറഞ്ഞ് അവർ ദേശത്ത് ഊടാടി സഞ്ചരിക്കുകയും കർത്താവിൻ്റെ പിന്നാലെ അനുഗമിക്കുകയും ചെയ്തു. എന്നാൽ ഈ നല്ല പകൽക്കാലം
പറയട്ടെ, സ്തോത്രം, അങ്ങനെ സംശയദൃഷ്ടിയോടെ അവിശ്വാസത്തോടെ ആരൊക്കെ കർത്താവിനെ പിൻപറ്റുവാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരെല്ലാം തകർന്നു പോയിട്ടുണ്ട്. എന്നാൽ വിശ്വാസത്തോടെ കർത്താവിനെ പിൻപറ്റിയവർ, കർത്താവിൻ്റെ വചനത്തെ ഹൃദയത്തിൽ ഏറ്റെടുത്ത് ആമേൻ പറഞ്ഞവർ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ നല്ല പകൽക്കാലം പറയട്ടെ, ലോകത്തിലെ മനുഷ്യർക്ക് ചെയ്യുവാൻ കഴിയുന്ന നന്മകൾക്ക് ഒരു പരിധിയുണ്ട്. ലോകത്തിലെ മനുഷ്യന് തരുവാൻ കഴിയുന്ന സൗഖ്യത്തിന് ഒരു പരിധിയുണ്ട്. ലോകത്തിലെ മനുഷ്യന് തരുവാൻ കഴിയുന്ന സാമ്പത്തികത്തിനൊരു പരിധിയുണ്ട്. എന്നാൽ പരിധി കൂടാതെ തരുവാൻ കഴിയുന്ന സർവശക്തനായ കർത്താവ് നിന്നെ വിളിച്ചിട്ട് വഴിയിലിട്ടു പോകാതെ ഇന്നയോളം നിന്നെ താങ്ങി നിർത്തിയിരിക്കുന്നുവെങ്കിൽ ഇന്ന് പകൽക്കാലം നീ തിരിച്ചറിയണം, എന്നോട് കൂടെ ഉള്ള കർത്താവ് ലോകത്തേക്കാൾ വലിയവനാ, സകലത്തിനും സർവത്തിനും മതിയായവനാ. അതുകൊണ്ട് ഒരു നാളും ഞാൻ അലഞ്ഞു നടക്കേണ്ടി വരത്തില്ലെന്ന് നീ ഹൃദയത്തിൽ പറഞ്ഞിട്ട്, കർത്താവെ അങ്ങയുടെ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു പോകുവാൻ എനിക്കിടവരല്ലേ എന്ന് പറഞ്ഞ് ദൈവപാതപ്പെടുത്തി നീ മുഴങ്കാലും അടക്കാൻ തയ്യാറുണ്ടെങ്കിൽ കുഞ്ഞെ, നീ ദേശക്കാരുടെ മുമ്പിലും നിന്റെ കൂട്ടുകാരുടെ മുമ്പിലും നിന്റെ കുടുംബക്കാരുടെ മുമ്പിലും നിന്റെ മക്കളുടെ മുമ്പിലും ലജ്ജിച്ച് തലതാഴ്ത്തുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ലെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്കേ. പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായത്തിൽ സ്തോത്രം നാം വായിക്കുന്ന ഒരു ഭാഗം ഇങ്ങനെയുണ്ട്. സ്തോത്രം, ഒരു സഹോദരി സ്തോത്രം ദൈവത്തിൻ്റെ സന്നിധിയിൽ തകർന്ന് തരിപ്പണമായിട്ട് തൻ്റെ കുഞ്ഞിന് ഒരു നല്ല ആഹാരം വെച്ച് കൊടുക്കല്ലാതെ മാവ് മാത്രം കയ്യിലുണ്ട്, ഒരു പിടി മാവും അല്പം എണ്ണയും മാത്രം കയ്യിലുണ്ട്. അതുകൊണ്ട് അവസാനത്തെ അത്താഴം വെച്ച് കഴിച്ച് സ്തോത്രം താനും തൻ്റെ കുഞ്ഞും മരിക്കാനിരിക്കുമ്പോൾ സ്തോത്രം ഏലിയാവെന്ന് പറഞ്ഞ ദൈവത്തിൻ്റെ ദാസൻ നോക്ക് ആ സഹോദരൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുക, സ്തോത്രം, കുടിപ്പാൻ അല്പം വെള്ളം വേണം, കഴിപ്പാൻ അല്പം ആഹാരം വേണം. ആ സഹോദരി പറയുന്ന ഒരു കാര്യം ഇതാണ്, സ്തോത്രം, കലത്തിലല്പം മാവും കലശത്തിൽ അല്പം എണ്ണയുമല്ലാതെ മറ്റൊന്നുമില്ല. സ്തോത്രം നോക്ക്, ആ വാക്ക് കേൾക്കുമ്പോൾ നിരാശയോടെ ഏലിയാവ് മടങ്ങിയില്ല. കാരണം അവിടുത്തോളം ഏലിയാവിനെ കൊണ്ടുചെന്നത് സർവശക്തനായ ദൈവമാണെന്ന് ഏലിയാവിന് ഉറപ്പുണ്ട്. ഇന്ന് പകൽക്കാലം പറയട്ടെ കുഞ്ഞെ, ഇവിടുത്തോളം നിന്നെ കൊണ്ടുവന്നത് നിന്നെ വീണ്ടെടുത്ത കർത്താവാണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ, ഇന്നയോളം നിൽക്കുവാൻ കൃപ തന്നത് സർവശക്തനായ ദൈവമെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിന്നെയും നിന്റെ കുഞ്ഞുങ്ങളെയും താഴ്ചയിൽ നിന്ന് ഉയർത്തിയ ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ ഭവനത്തിലെ കലവറ ശൂന്യമാകാതെ അതിനെ ദിനം തോറും നിറയ്ക്കുന്ന ദൈവമാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള ബുദ്ധിയും ശക്തിയും കഴിവും കൊടുക്കുവാൻ ദൈവമാണ് സഹായിച്ചെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നിന്റെ കൂട്ടാളിക്ക് ആയുസ്സും ആരോഗ്യവും ബലവും തന്നത് സർവശക്തനാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ, നീ ദൈവത്തിന് മഹത്വം കൊടുക്ക്. അവൻ്റെ മുമ്പിൽ ഇല്ല എന്നല്ല നീ പറയേണ്ടത്, ഉണ്ട്. എൻ്റെ കർത്താവ് എനിക്ക് സർവ്വവും തന്നിട്ടുണ്ട്, സകലതും തന്നിട്ടുണ്ട്. കുറഞ്ഞു പോകാതെ ഇന്നുവരെ നിറച്ചു നടത്തിയ എൻ്റെ കർത്താവ് മഹത്വപ്പെടുമാറാകട്ടെ എന്ന് നീ പറയാൻ തയ്യാറായാൽ കുഞ്ഞേ, നിന്റെ ശൂന്യത അകന്നു പോകും. അസാധ്യമെന്ന് പറയുന്ന മലയോട് നീങ്ങിപ്പോക എന്ന് വിശ്വാസത്തിൽ നീ പറഞ്ഞാൽ നീങ്ങിപ്പോകുമെന്ന് കർത്താവ് പറഞ്ഞെങ്കിൽ, ആ കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിച്ച ഏലിയാവ് ആ പാവപ്പെട്ട വിധവയായ സഹോദരിയോട് പറയുകയാണ്, നീ ദൈവത്തിൻ്റെ നാമത്തിൽ നീ കൊണ്ടുവരിക, നിന്റെ കലത്തിലെ മാവ് കുറയത്തില്ല. സ്വോത്രം 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 സ്വോത്രം. അവൾ ആഗ്രഹിച്ചത് മരിക്കുവാനാണ്. താൻ മാത്രമല്ല, തൻ്റെ തലമുറയെ കൂടി തന്നോടുകൂടെ കൊണ്ടുപോകുവാനാ. പക്ഷേ സർവശക്തനായ ദൈവം ജീവിപ്പിക്കുന്ന ദൈവമാക കൊണ്ട് നോക്കുക, ആ വിധവയോട് പറയുക, നീ ആദ്യം ദൈവത്തിൻ്റെ സന്നിധിയിൽ കൊണ്ടുവന്ന് എനിക്ക് താ. സ്തോത്രം, നിന്റെ കലത്തിലെ മാവ്, നിന്റെ കലശത്തിലെ എണ്ണ നിറഞ്ഞ് കവിയും. സ്തോത്രം. നോക്ക്, അന്നുവരെയും ആരും അവളെ ബ്ലെസ് ചെയ്തിട്ടില്ല. സ്തോത്രം. ആരും അങ്ങനെ അവളെ അനുഗ്രഹിക്കുന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അന്നുവരെ കുറവ് മാത്രം കണ്ടിരുന്ന അവൾ ഇതാ ഒരു നിറവിൻ്റെ വാക്ക് കേട്ടപ്പോൾ തൻ്റെ കുഞ്ഞിൻ്റെ ജീവിതത്തെ പോലും, തൻ്റെ കുഞ്ഞിൻ്റെ വിശപ്പിനെ പോലും മറന്ന് ദൈവദാസൻ്റെ വാക്കിൻ്റെ മുമ്പിൽ തൻ്റെ പ്രവൃത്തി
തികച്ചെടുക്കാൻ ആഗ്രഹിക്കുമ്പോൾ സർവശക്തനായ ദൈവം അവളുടെ ഹൃദയത്തിന് നിലവാരം കണ്ടിട്ട് അവളുടെ കലത്തിലെ മാവ് കുറയ്ക്കാതെ കലശത്തിൽ എണ്ണ കവിഞ്ഞൊഴുകുമാറ് നിറച്ച സർവശക്തനായ ദൈവം ഇന്ന് പകൽക്കാലം കുഞ്ഞേ നിന്റെ ജീവിതത്തിൽ പ്രവർത്തിപ്പാൻ ഇവിടെ കടന്നു വന്നിട്ടുണ്ട്. സ്തോത്രം. ഒരു വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഒരു മന്ത്രവാദത്തിനോ ഒരു കൂടുപാത്രത്തിനോ ഒരു വിളിച്ച നേർച്ചയ്ക്കോ നിന്റെ കുടുംബത്തെ തകർക്കാൻ കഴിയത്തില്ല. വഴിയിൽ പതിയിരുന്ന് നിന്നെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു പിശാചും നിന്നെ തൊടാതെ വണ്ണം സർവശക്തനായ ദൈവം തന്റെ ദൂതന്മാരെ കൊണ്ട് നിനക്ക് കാവൽ ചെയ്യുമെന്ന് നീ ഒരു പൊട്ടനെ പോലെ ഒരു പൊട്ടിയെ പോലെ വിശ്വസിച്ചിട്ട് ആമേൻ പറ. പലപ്പോഴും നമ്മൾ മനുഷ്യരെ നോക്കാറുണ്ട്, അവർ പറയുന്ന വാക്കുകൾ ശ്രദ്ധിക്കാറുണ്ട്. എന്നാൽ ദൈവത്തിൻ്റെ വചനം പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. ഒരു പക്ഷേ അത് കേട്ടാലും ഒരു ചെവിയിലൂടെ കേട്ട് അടുത്ത ചെവിയുടെ അത് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ ലോകത്തിലൂടെ യാത്ര ചെയ്യാറുണ്ട്. എന്നാൽ ഇന്ന് പകൽക്കാലം പറയട്ടെ, ഈ ലോകത്തിൽ ജീവിക്കുന്ന നാം ഈ ലോകക്കാരല്ല എന്ന് ആദ്യം വിശ്വസിക്കണം. സ്തോത്രം. ഈ ലോകക്കാരല്ല നാം ദൈവത്തിൻ്റെ മക്കളാ, സ്വർഗരാജ്യത്തിന് അവകാശികളാ. അങ്ങനെയാണെങ്കിൽ സ്വർഗരാജ്യത്ത് ഭക്ഷണവും പാനീയവും മാത്രമല്ല, നീതിയും സമാധാനവും സന്തോഷവുമുണ്ട്. സ്വത്രം. അങ്ങനെയാണെങ്കിൽ ആ സ്വർഗതുല്യമായ ഒരു ജയജീവിതം ഈ ഭൂതലത്തിൽ ദൈവം തരേണ്ടതിന് അന്ത്യത്തോളം ഞാൻ നിൻ്റെ കൂടെ ഇരിക്കാമെന്ന് പറഞ്ഞ കർത്താവിൽ പൂർണ്ണമായി ആശ്രയിക്കും. സ്തോത്രം. നോക്കി, ഏലിയാവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ നാളെക്കുറിച്ച് ചിന്തിക്കാതെ ആ സഹോദരി ആ ഉള്ളത് ഏലിയാവിന് കൊണ്ട് കൊടുത്തപ്പോൾ സ്തോത്രം, ആ സഹോദരിയുടെ ജീവിതത്തിൽ കണ്ടത് കഷ്ടമല്ല, നഷ്ടമല്ല, പിന്നെയോ നിറഞ്ഞ് കവിയുന്ന ഒരനുഭവമാണ്. എന്നാൽ ആ നിറഞ്ഞ് കവിയുന്ന അനുഭവം സ്തോത്രം അധിക കാലം നീണ്ടു നിന്നില്ല. ഒരു പക്ഷേ നിങ്ങൾ പറയും, ദൈവം കഠിന ഹൃദയനാണ്, ദൈവം അവൾ ചെയ്ത നന്മ മറന്നു കളഞ്ഞോ എന്നൊക്കെ ചോദിക്കും. പക്ഷേ മാവ് നിറഞ്ഞതുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം നിറഞ്ഞില്ല. സ്തോത്രം. ദൈവത്തിൻ്റെ മഹത്വം നിറയണമെങ്കിൽ മരണത്തിൻ്റെയും പാതാളത്തിന് താക്കോലുള്ളവൻ്റെ മഹത്വം വെളിപ്പെട്ടേ മതിയാകൂ. അല്പം നിന്റെ ജീവിതത്തിൽ ലഭിക്കുമ്പോൾ നീ അല്പം കൊണ്ട് തൃപ്തരാകാൻ ശ്രമിക്കരുത്. അധികത്തിൽ വിചാരകനാക്കാമെന്ന് പറഞ്ഞ കർത്താവിനോടുകൂടെ ചേർന്ന് നിൽക്കണം. സ്തോത്രം. ആ ചേർന്ന് നിൽക്കാൻ നീ ശ്രമിക്കുമ്പോൾ ആ സ്നേഹത്തിൽ നിന്ന് അകറ്റുവാൻ പലരും നിന്റെ നേരെ കടന്നു വരും. സ്തോത്രം. ആ കടന്നു വരുന്ന ശത്രുവിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിയണമെങ്കിൽ വചനമെന്ന മായമില്ലാത്ത പാല് കുടിക്കണം. സ്തോത്രം. ആ വചനം നിന്റെ ഹൃദയത്തിനകത്ത് പ്രവർത്തിച്ചു തുടങ്ങുമ്പോൾ ശത്രുവിൻ്റെ തീയമ്പുകളെ നിനക്ക് തിരിച്ചറിയാൻ കഴിയും. സ്തോത്രം. നോക്ക്, ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ആ സഹോദരിയുടെ ജീവിതത്തിൽ ഒരനർത്ഥം കടന്നു വന്നു. സ്തോത്രം. തൻ്റെ കുഞ്ഞ് ഈ ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. സ്തോത്രം. ആ ദിവസം വരെയും സന്തോഷത്തോടെ ഉല്ലാസത്തോടെ ദൈവത്തിൻ്റെ ദാസൻ ഉണ്ടല്ലോ, എൻ്റെ കഷ്ടങ്ങൾക്ക് ആശ്വാസമായി എനിക്ക് താങ്ങും തണലുമായി ഉണ്ടല്ലോ എന്ന് പറഞ്ഞ ആ ദൈവപുരുഷനോട് അവൾ പറയുകയാണ്, നീ എൻ്റെ പാപത്തെ ഓർമ്മിപ്പിക്കുവാനും എൻ്റെ കുഞ്ഞിനെ കൊല്ലുവാനുമാണോ നീ ഇവിടേക്ക് കടന്നു വന്നത്? ഞാൻ വിചാരിച്ചു ജീവിതകാലം മുഴുവനും സന്തോഷത്തോടെ പാർത്ത് ജയജീവിതം നയിക്കാമെന്ന്. പക്ഷേ നീ വന്നത് അല്പസന്തോഷം നിന്നിട്ട് അധികം കണ്ണുനീരല്ലേ നീ ഞങ്ങൾക്ക് ദാനം ചെയ്തിരിക്കുന്നത്? വേണ്ട, നീ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകണം. ഞാൻ ഇനി ജീവിച്ചിട്ട് അർത്ഥമില്ല, എൻ്റെയും ജീവിതം അവസാനിപ്പിക്കാമെന്ന് പറഞ്ഞ് ഏലിയാവിനോട് താൻ വന്ന് പരാതി പറയുമ്പോൾ ഏലിയാവ് അവരുടെ മുഖത്തേക്കല്ല നോക്കിയത്. സ്തോത്രം. ആ വിധവയുടെ വാക്കിനല്ല ചെവി കൊടുത്തത്, ദൈവമുഖത്തേക്ക് നോക്കി. കുഞ്ഞെ, പ്രതികൂലം വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ, സാമ്പത്തിക കഷ്ടം വരുമ്പോൾ, നഷ്ടം വരുമ്പോൾ, കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ, അവരെ വിദ്യാഭ്യാസത്തിൽ ഒരു തകർച്ച വരുമ്പോൾ, സ്തോത്രം, നിൻ്റെ കൂട്ടാളിയിൽ ഒരു രോഗം വരുമ്പോൾ, സ്തോത്രം, നിൻ്റെ ഭവനത്തിനകത്തെ കലവറ ശൂന്യമാകുമ്പോൾ മനുഷ്യൻ്റെ മുഖത്തേക്കല്ല നോക്കേണ്ടത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ മുഴങ്കാലും അടക്കണം. ദൈവത്തിൻ്റെ സന്നിധിയിൽ നീ മുഴങ്കാലും അടക്കണം. എന്നിട്ട് ദൈവത്തോട് പറയണം, കർത്താവേ, നീ സകല
സകലതും തരാമെന്ന് പറഞ്ഞ് നിന്റെ വാക്ക് കേട്ട് ഇറങ്ങിത്തിരിച്ച ഞാൻ മറ്റുള്ള മുമ്പിൽ തലകുനിപ്പാൻ അനുവദിക്കല്ലേ. എൻ്റെ പ്രതിസന്ധിയുടെ നടുവിൽ നീ എനിക്ക് വേണ്ടി വെളിപ്പെട്ടു വരണമേ. എൻ്റെ വഴികളെ അടച്ച ശത്രുവിൻ്റെ തലയെ തകർത്ത് എനിക്ക് ജയം തരണമേ എന്ന് ദൈവസനിൽ മുഴങ്കാലും അടക്കി ദൈവമുഖത്തേക്ക് നോക്കി പറയാൻ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ കുഞ്ഞ്, ലോകത്തിൽ ആരും നിന്റെ വാക്കുകൾ കേട്ടില്ലെങ്കിലും, നിന്റെ കണ്ണുനീര് കണ്ടില്ലെങ്കിലും, നിന്റെ കണ്ണുനീരിന് മുമ്പിൽ ഇറങ്ങി വന്ന് എൻ്റെ കർത്താവ് നിന്നെ നിറയ്ക്കുവാൻ മതിയായവനാണെന്ന് ഇന്ന് പകൽക്കാലം ദൈവത്തിൻ്റെ വചനം വ്യക്തമായി വിളിച്ചു പറയുക. സ്തോത്രം. നോക്ക്, ഏലിയാവ് സ്തോത്രം ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് മാളിക മുറിയിലേക്ക് പോയി ദൈവത്തോട് കരയുവാൻ തുടങ്ങി. സർവശക്തനായ ദൈവം ആ ഏലിയാവിൻ്റെ വാക്കിൻ്റെ മുൻപിൽ മൗനം പാലിച്ചില്ല. സ്തോത്രം. ഏലിയാവിൻ്റെ കണ്ണുനീരിൻ്റെ മുമ്പിൽ കണ്ടില്ല എന്ന് പറഞ്ഞ് അകന്നു പോയില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? ഏലിയാവിൻ്റെ സ്വഭാവം നമുക്ക് തുല്യമായ സ്വഭാവമാണ്. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ അവനും അകന്നു പോകാൻ സാധ്യതയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് സർവശക്തനായ ദൈവം ഏലിയാവിൻ്റെ പ്രാർത്ഥനയുടെ മുമ്പിൽ ഇറങ്ങി പ്രവർത്തിച്ചെങ്കിൽ ഈ നല്ല പകൽക്കാലം ഉപവാസത്തിൻ്റെ 3-ാം പകലിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ, നിങ്ങളുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിങ്ങൾ ആഗ്രഹിക്കുന്ന ശുഭഭാവി വരും കാലം വരെയും ഒരനർത്ഥവും വരുത്താതെ കാക്കുവാൻ എൻ്റെ കർത്താവ് ശക്തനാ. സ്തോത്രം. ആ മാതാവ് കലങ്ങിയ കണ്ണുമായി തൻ്റെ കുഞ്ഞിനെ ഓർത്ത് വിലപിക്കുമ്പോൾ ഇതാ ജീവനുള്ള മരിച്ച കുഞ്ഞിനെ ജീവനോടെ തിരിച്ചു കൊടുക്കുന്ന ഒരു ഏലിയാവിനെ അവിടെ കാണാൻ കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്ന് പകൽക്കാലം പറയട്ടെ, ചാകാറായ ശേഷിപ്പുകളെ ജീവിപ്പിക്കുന്ന സർവശക്തനായ ദൈവം നിന്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഈ പകലിൽ ഈ ഹോളിനകത്ത് വന്നിട്ടുണ്ട്. നീ പറ, കർത്താവേ, ഞാൻ തനിച്ചല്ല, നീ എൻ്റെ കൂടെയുണ്ട്. ഞാൻ മടങ്ങിപ്പോകുമ്പോൾ ഞാൻ ആഗ്രഹിച്ച സന്തോഷത്തോടെ മടങ്ങിപ്പോകുവാൻ നീ എന്നെ സഹായിക്കണമെന്ന് ഇന്ന് പകൽക്കാലം നീ ദൈവത്തോട് പറയുന്നത് സ്വർഗം കേട്ടുകൊണ്ടേ ഇരിക്കുക. നിന്റെ ഹൃദയത്തിന്റെ തേകലുകൾ സ്വർഗം കണ്ടുകൊണ്ടേ ഇരിക്കുക. ഇടത്തോട്ടോ വലത്തോട്ടോ നോക്കണ്ട, ധനവാന്മാരെ നോക്കണ്ട, ബാങ്കുകാരെ നോക്കണ്ട, ലോകക്കാരെ നോക്കണ്ട. സകലതും തരാമെന്ന് പറഞ്ഞ കർത്താവിൻ്റെ മുഖത്തേക്ക് നോക്ക്. പ്രൈസ് ദി ലോർഡ്. ഒരു പൊട്ടനെ പോലെ, പൊട്ടിയെ പോലെ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ഹൃദയത്തിൻ്റെ ഭാരം അവൻ്റെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുവാൻ നിനക്ക് കഴിയുമെങ്കിൽ ആ മഹത്വം നീ കാണും. സ്തോത്രം. അത് നിന്നിലൂടെ നിൻ്റെ കൂട്ടാളി അനുഭവിക്കും. അത് നിന്നിലൂടെ നിൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കും. അത് നിന്നിലൂടെ ദൈവമഹത്വം നിൻ്റെ ദേശം തിരിച്ചറിയും. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിന്നെപ്പോലെ ഭാഗ്യം ചെയ്ത, നിന്നെപ്പോലെ അനുഗ്രഹിക്കപ്പെട്ട മറ്റൊരു വ്യക്തിയില്ലെന്ന് ഇന്ന് പകൽക്കാലം നീ വിശ്വസിച്ചിട്ട് കർത്താവിന് മഹത്വം കൊടുക്കും. സ്തോത്രം. അവൻ മഹത്വത്തിലായി ഇറങ്ങി വരുന്നു. സ്തോത്രം. അവൻ തേജസ്സിലായി ഇറങ്ങി വരുന്നു. സ്തോത്രം. അവൻ ആരാധനയിലായി ഇറങ്ങി വരുന്നത്. അവൻ പ്രാർത്ഥനയുടെ നടുവിൽ ഇറങ്ങി വരുന്നത്. അവൻ നിന്റെ കണ്ണുനീരിൻ്റെ മുമ്പിലായി ഇറങ്ങി വരുന്നത്. അതുകൊണ്ട് ഹൃദയനുറുക്കത്തോടെ ദൈവത്തോട് പറയണം, കർത്താവേ, ഇത് പോരാ, ഇത് പോരാ, ഇതിലും അധികമായി നീ എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ കുഞ്ഞുങ്ങളെ ഉയർത്തണമേ എന്ന് പറ. സ്വർഗം നിന്നെ ഉയർത്തി മാനിക്കാതെ പോകത്തില്ല. പ്രൈസ് ദി ലോർഡ്. 1 രാജാക്കന്മാരുടെ പുസ്തകം 19-ാം അധ്യായത്തിൽ സ്തോത്രം അതിൻ്റെ 14-ാം വാക്യത്തിൽ ഒരു ഏലിയാവ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്നോട് പറയുകയാണ്, ഞാൻ മാത്രം ശേഷിച്ചിരിക്കുന്നു. സ്തോത്രം. എന്നെയും അവർ കൊല്ലുവാൻ ആലോചനയിട്ടിരിക്കുന്നു. നാളെ ഈ നേരത്ത് എൻ്റെ കഴുത്തിൻ്റെ മേൽ തല കാണത്തില്ലെന്ന് ഇസബേൽ രാജകുമാരി വിളംബരം ചെയ്തിരിക്കുന്നു. യഹോവേ, ഞാൻ എന്തു ചെയ്യേണ്ടു? വിശ്വാസത്തോടെ ചങ്ക് തകർന്നവനായി ദൈവമുഖത്തേക്ക് നോക്കി ദൈവത്തിൻ്റെ അഭിഷക്തൻ കരഞ്ഞപ്പോൾ കർത്താവ് പറഞ്ഞ്, സ്വത്രം മോനെ, ഇന്ന് എനിക്കിനി സമയമില്ല. ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ചതുകൊണ്ട് ഞാൻ ക്ഷീണിച്ചു പോയി. ഇന്ന് എനിക്ക് പറ്റത്തില്ല. ഞാൻ ഒന്ന് വിശ്രമിക്കട്ടെ. ഞാൻ ഉറക്കം എഴുന്നേറ്റ് വരാം. വരുമ്പോൾ ഞാൻ നിനക്ക് തരാം. ലോകത്തിൻ്റെ ദൈവങ്ങൾ പലതും
നേരത്തും അന്നേരത്തും ഉറങ്ങുന്നു. എന്നാൽ നമ്മുടെ ദൈവമോ ഉറങ്ങുന്നില്ല, മയങ്ങുന്നില്ല. 12 മണി കഴിഞ്ഞാൽ ലോകത്തിൻ്റെ ദൈവങ്ങളെ ഉറക്കാൻ വിടും. അതുവരെയും ശല്യം ചെയ്തിട്ട് അവരിൽ നിന്ന് പലതും പിടിച്ചു വാങ്ങാൻ ലോകക്കാർ യാത്ര ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് ഉറങ്ങാതെ മയങ്ങാതെ നിൻ്റെ കണ്ണുനീരിന് മറുപടി തരുവാൻ, നിൻ്റെ സന്തോഷത്തിന് കൂടെ ഇരിക്കുവാൻ എൻ്റെ കർത്താവ് ഉണ്ടെന്നുള്ള കാര്യം നിൻ്റെ വിശ്വാസത്തിന് പൂർണ്ണ വെളിപ്പെടണം. അത് ലോകം കണ്ടിട്ട് പറയണം, ഓ ആ സഹോദരൻ്റെ ദൈവം, ആ സഹോദരന്റെ ദൈവം അവർ ജീവനുള്ള ദൈവമാ. അതുകൊണ്ട് ആ ദൈവത്തെ എനിക്ക് വേണമെന്ന് പറഞ്ഞ് നിന്റെ വിശ്വാസം കണ്ടിട്ട് അനേകർ നിന്റെ അടുക്കലേക്ക് ഓടി വരണമെങ്കിൽ നീ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പലപ്പോഴും ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിച്ചവർ പോലും ദൈവത്തിൽ നിന്ന് അകന്നു പോയിട്ടുണ്ട്. ദൈവത്തോടു കൂടെ നടന്ന പത്രോസും യോഹന്നാനും അന്ത്രയോസും കടലിനു മീതെ പടകുമായി യാത്ര ചെയ്യുമ്പോൾ സ്തോത്രം, ഓളവും തിരമാലയും പടകിനെ മുക്കുമാറ് കടലിനുണ്ടായി. സ്തോത്രം. അവർ നിലവിളിച്ചു, ആരും ഞങ്ങളെ രക്ഷിപ്പാനില്ലല്ലോ, ആരും ഞങ്ങളെ വിടുവിപ്പാനില്ലല്ലോ, ഈ ആഴിയുടെ അതാകങ്ങൾ ഞങ്ങൾ താണു പോകുമല്ലോ എന്ന് പറഞ്ഞ് അവർ അയ്യം വിട്ട് നിലവിളിക്കുമ്പോൾ ഇതാ സർവശക്തനായ കർത്താവ് ആ കടലിന് മീതെ നടന്നു വരുന്നവർ കാണുന്നുണ്ട്. സ്തോത്രം. പക്ഷേ അവരിൽ കാറ്റും കടലും തിരമാലയും കണ്ട് ഭയപ്പെട്ടത് കൊണ്ട് വന്ന കർത്താവിനെ തിരിച്ചറിഞ്ഞില്ല. ഇതുപോലെ സഹോദരങ്ങളെ, നിന്റെ ജീവിതത്തിൽ കഷ്ടങ്ങൾ വരുമ്പോൾ, നഷ്ടങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ നീ പലതും കണ്ട് ഭാരപ്പെട്ട് ഭയന്ന് മനം കലങ്ങിയിരിക്കാതെ നിന്നെ വീണ്ടെടുത്ത കർത്താവ് എൻ്റെ അടുക്കൽ വരും, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം തരുമെന്നുള്ള വിശ്വാസം അകത്തുണ്ടെങ്കിൽ ഭയം കൂടാതെ നിനക്ക് അവൻ്റെ മഹത്വം കാണാൻ കഴിയും. ഭയപ്പെട്ടു പോയാൽ നീ ആഴിയുടെ അഗാധങ്ങൾ താണുപോകും. എന്നാൽ വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയാലുണ്ടല്ലോ, നീ അനുഗ്രഹിക്കപ്പെട്ടവനായി, നീ വിടുതൽ പ്രാപിച്ചവനായി നീ പുറത്തു വരും. ഭയപ്പെട്ട ശിഷ്യന്മാരുടെ കർത്താവ് പറഞ്ഞത്, ഭയപ്പെടണ്ട, ഞാനാകുന്നു. കർത്താവ് അത് പറയുമ്പോൾ കാറ്റടങ്ങി, കടലടങ്ങി, ശാന്തമായെങ്കിൽ ഇതാ കർമ്മേലിൻ്റെ കൊടുമുഴി നിൽക്കുന്ന ഏലിയാവിൻ്റെ ചുറ്റും നിൽക്കുന്നത് സാധാരണപ്പെട്ട വ്യക്തികളല്ല. 17-ാം അധ്യായം പഠിക്കുമ്പോൾ, 1 രാജാക്കന്മാരുടെ പുസ്തകം 17-ാം അധ്യായം പഠിക്കുമ്പോൾ അവിടെ കാണുന്നതാണ്. സ്തോത്രം. സാധാരണ വ്യക്തികളല്ല. പിന്നെയോ ആഹാബ് രാജാവും തൻ്റെ കൂടെയുള്ള സന്തത സഹചാരികളും 800 ചെല്ലുവാനും മന്ത്രവാദികളുമുണ്ട്. സ്തോത്രം. നോക്ക്, എന്തിനു വേണ്ടിയാ നിൽക്കുന്നെന്നറിയാമോ? ഏലിയാവിനെയും ഏലിയാവിൻ്റെ ദൈവത്തെയും ആ ദൈവത്തിൻ്റെ പ്രവൃത്തിയെയും എന്നേക്കുമായി ഭൂമിയിൽ നിന്ന് തുടച്ചു മാറ്റണം. സ്തോത്രം. അവർ കൂട്ടം കൂടി ആലോചനയിട്ട് സ്തോത്രം കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ഏലിയാവ് പറഞ്ഞ പ്രകാരം ചെന്ന് നിന്ന് രാവിലെ മുതൽ ബാലേ ഇറങ്ങി വാ എന്ന് പറഞ്ഞ് ഘോരം ഉച്ചത്തിൽ ആ മലമുകളിൽ നിന്നുകൊണ്ട് അവർ അവരുടെ ദേവനോട് പ്രാർത്ഥിക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിൻ്റെ ദാസനായ ഏലിയാവ് ഒറ്റയ്ക്ക് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ സർവശക്തൻ്റെ മുഖത്തേക്ക് നോക്കി നിൽക്കുകയാണ്. ഈ നല്ല പകലിൽ, ഈ ഉപവാസ പ്രാർത്ഥനയുടെ 3-ാം പകൽക്കാലം ഞാൻ നിങ്ങളോട് പറയട്ടെ, പ്രതികൂലത്തിൻ്റെ കാറ്റാഞ്ഞടിക്കുമ്പോൾ, പ്രതിസന്ധികൾ നിന്റെ തലയ്ക്ക് മീതെ കവിയുമെന്ന് നിനക്ക് തോന്നുമ്പോൾ, കുഞ്ഞെ ഭയപ്പെടരുത്. കാറ്റിനെയും കടലിനെയും ശാന്തമാക്കിയ കർത്താവ് ആ പ്രതികൂലത്തിൻ്റെ നടുവിൽ നിനക്ക് വേണ്ടി ഇറങ്ങി വരുമെന്ന് വിശ്വസിച്ചിട്ട് കർത്താവോട് പറയണം, കർത്താവേ, ഈ പ്രതികൂലത്തിൽ മുങ്ങിപ്പോകാതെ എന്നെ കരുതുവാൻ അവിടത്തേക്ക് കഴിയുമല്ലോ എന്ന്. ആ നിൽക്കുന്ന നിൽപ്പിൽ നിന്നുകൊണ്ട്, ഇരിക്കുന്ന ഇടത്ത് കൊണ്ട്, കിടക്കുന്ന കിടക്കയിൽ കിടന്നുകൊണ്ട്, പോകുന്ന ഇടത്ത് നിന്നുകൊണ്ട് നീ ഒന്ന് വിശ്വസിച്ചിട്ട് ദൈവത്തോട് പറ, കർത്താവ് നിന്നെ ആ പ്രതിസന്ധി വിടുവിക്കും. കഴിഞ്ഞ 37 വർഷം ഈ ജീവിതയാത്രയിൽ എന്നെ കരുതിയ ദൈവത്തെ എനിക്കറിയാം. ഇവിടെ ആരാധനയ്ക്ക് കടന്നു വന്ന നാൾ മുതൽ, കർത്താവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച നാൾ മുതൽ നിങ്ങളെ കരുതിയ ദൈവത്തെ നിങ്ങൾക്കറിയാം.
സ്തോത്രം. എന്നാൽ നിങ്ങളെ കരുതി ദൈവത്തെ അറിയാത്ത ഒരുപാട് പേര് നമ്മുടെ ചുറ്റുപാടുമുണ്ട്. അവരാണ് നിന്നെ കുറ്റം പറയുന്നതും നിന്നെ പരിഹസിക്കുന്നതും നിൻ്റെ കൂട്ടാളിയെ തകർക്കെന്ന് പറയുന്നതും നിൻ്റെ കുഞ്ഞുങ്ങൾ ഉയരാൻ സമ്മതിക്കത്തില്ലെന്ന് പറയുന്നത്. അത് അവരല്ല പറയുന്നത്, അവരുടെ പിന്നിൽ വ്യാപരിക്കുന്ന പൈശാചിക ശക്തിയാണ്. അതുകൊണ്ട് ആ പൈശാചികനെ തല തകരണമെങ്കിൽ, സ്തോത്രം, അവൻ്റെ തന്ത്രങ്ങൾ തകരണമെങ്കിൽ നീ പ്രാർത്ഥിക്കണം. സ്തോത്രം, നീ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ മുഴങ്കാലും മടക്കണം. ദൈവത്തിങ്കലേക്ക് നോക്കിയിട്ട് ആത്മാവിൽ മാറ് പിശാച് എന്ന് നീ പറഞ്ഞാൽ ആ പിശാച് നിന്നെ വിട്ട്, നിന്റെ സഭ വിട്ട്, ദേശം വിട്ട് ഓടിപ്പോകും. അതിനായി ഈ ഉപവാസം. സ്തോത്രം. ചില ഉപവാസങ്ങളുണ്ട്. സ്തോത്രം. ആ ഉപവാസം എന്ന് പറയുന്നത് ലോകത്തിലെ മനുഷ്യരെ കാണിക്കാനാണ്. സ്തോത്രം. ചില ഉപവാസങ്ങളുണ്ട് ഞാനെന്തോ ആണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. വേറെ ചില ഉപവാസങ്ങളുണ്ട് ഞാൻ ദൈവത്തിൻ്റെ വിലപ്പെട്ട ദാസനാ എന്ന് കാണിക്കാൻ വേണ്ടി. സ്തോത്രം. കുഞ്ഞേ, ലോകത്തെ കാണിക്കാൻ നീ ഉപവസിച്ചാൽ ആ ലോകം കണ്ണടയ്ക്കും. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ മഹത്വം എന്നിൽ വെളിപ്പെടണമെന്ന് പറഞ്ഞ്, എൻ്റെ ദൈവത്തിൻ്റെ നാമം എന്നിലൂടെ ഉയർത്തപ്പെടണമെന്ന് പറഞ്ഞ്, എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിൽ എനിക്ക് യാത്ര ചെയ്യണമെന്ന് പറഞ്ഞ്, എൻ്റെ ദൈവത്തോട് കൂടെ എനിക്ക് നടക്കണമെന്ന് പറഞ്ഞ്, ഹാനോക്ക് നടന്നതുപോലെ നടക്കുവാൻ നീ ആഗ്രഹിച്ചാലുണ്ടല്ലോ, സർവശക്തനായ ദൈവം നീ പോകുന്നയിടത്തും വരുന്നയിടത്തും നീ ആയിരിക്കുന്ന മേഖലയിലും മഹത്വത്തിലൂടെ നിന്നെ നടത്തുമെന്ന് ഇന്ന് പകൽക്കാലം വിശ്വസിക്ക്. എൻ്റെ കർത്താവ് പറഞ്ഞ് വിശ്വസിച്ചാൽ നീ ദൈവത്തിൻ്റെ മഹത്വം കാണും. അങ്ങനെയെങ്കിൽ നിന്റെ നാവിന് ബലം തരുവാൻ, നിന്റെ ആത്മാവിൽ ശക്തി തരുവാൻ, നിന്റെ ശരീരാത്മദേഹികളെ നിലനിർത്തേണ്ടതിന് സർവശക്തന്റെ പുണ്യാഹ രക്തത്താല നിന്നെ വീണ്ടെടുത്തത്. അതുകൊണ്ട് ഈ ലോകത്തിലെ വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും അന്ധകാര ശക്തികൾക്കും നിന്നെ തകർക്കുവാൻ കഴിയത്തില്ല. അവയെ തകർക്കുന്ന ഒരു പുത്തനാഭിഷേകത്തോടെ നീ പുറത്തു വരുമെന്ന് പിശാചിനറിയാം. അതുകൊണ്ട് ഏത് തരത്തിലും നിന്നെ തകർക്കുവാൻ പദ്ധതിയിടും. അതുകൊണ്ട് പിശാചിന്റെ തന്ത്രം കൊണ്ട് എതിർത്ത് നിൽപ്പാൻ യേശു കർത്താവ് പറഞ്ഞ അവന്റെ വചനമാകുന്ന സർവായുധ വർഗം ധരിച്ചുകൊള്ളുക. പിശാച് വിറയ്ക്കുന്നെങ്കിൽ അത് ദൈവത്തിന്റെ വചനത്തിന് മുമ്പിലേ വിറയ്ക്കത്തുള്ളൂ. സ്തോത്രം. പിശാച് വിറയ്ക്കുന്നെങ്കിൽ യേശുവിൻ്റെ പുണ്യാഹ രക്തത്തിൻ്റെ മുമ്പിലേ വിറയ്ക്കത്തുള്ളൂ. സ്തോത്രം. അങ്ങനെങ്കിൽ ആ പിശാച് ബാധിച്ചിരിക്കുന്ന വ്യക്തികൾ വിടുതൽ പ്രാപിക്കണമെങ്കിലും യേശുവിൻ്റെ രക്തത്താൽ മാത്രമേ കഴിയത്തുള്ളൂ. അല്ലാതെ ഒരു വൈദ്യനും കഴിയത്തില്ല, ലോകത്തിലൊരു മെഡിസിനും കഴിയത്തില്ല, ലോകത്തിലൊരു ICUക്കും കഴിയത്തില്ല. സ്വത്രം. കാരണം രോഗം കൊണ്ടുവരുന്ന പിശാചിൻ്റെ തല തകരണമെങ്കിൽ പരിശുദ്ധാത്മാവിന് ശക്തി ഇറങ്ങണം. അങ്ങനെയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഒരു കല്ലിനകത്ത് ഇറങ്ങത്തില്ല, ഒരു ബിംബത്തിനകത്ത് ഇറങ്ങത്തില്ല, ഒരു വസ്തുവിൽ ഇറങ്ങത്തില്ല, ജീവനുള്ള നിൻ്റെ മേലെ ഇറങ്ങത്തുള്ളൂ. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ നിൻ്റെ ശരീരാത്മദേഹികൾ ജീവനും വിശുദ്ധിയുള്ള യാഗമായി ദൈവസനെ സമർപ്പിക്കുമ്പോൾ ആത്മാവ് നിന്നിൽ വസിക്കും. സ്തോത്രം. അങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവ് നിന്നിൽ വസിക്കുന്നിടത്തോളം കാലം, സ്തോത്രം, പിശാച് ജയിക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം പറയട്ടെ, കർമ്മേലിൻ്റെ കൊടുമുടിയിൽ നിൽക്കുന്ന ഏലിയാവ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് പറയുക, കർത്താവേ, നീ പറഞ്ഞ പ്രകാരമാ ഞാൻ ഇന്ന് പകലിൽ ഈ കൊടുമുടിയിൽ ഈ മധ്യാഹ്ന സമയത്ത് നിൽക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. പ്രിയ ദൈവ പൈതലേ, നിങ്ങൾക്കും പറയാൻ കഴിയണം, നീ ചെയ്ത വാഗ്ദത്ത പ്രകാരമാണ് നിന്റെ സന്നിധിയിൽ ഞാൻ കടന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. കർത്താവേ, നീ പറഞ്ഞ പ്രകാരമാണ് ഞാൻ നിന്നെ ആരാധിക്കുന്നത്. കർത്താവേ, നീ പറഞ്ഞ പ്രകാരമാണ് ഞാൻ വിശ്വസിക്കുന്നത്. കർത്താവേ, നീ തന്ന ദാനമായ നിൻ്റെ മക്കളുമായിട്ടാണ് ഞാൻ നിൻ്റെ സന്നിധി വന്നിരിക്കുന്നത്. നീ പറഞ്ഞ പ്രകാരം എനിക്ക് കൂട്ടായി തന്ന എൻ്റെ കൂട്ടാളിയുമായിട്ടാണ് ഞാൻ നിൻ്റെ സന്നിധി വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ
എന്നെ മറന്ന് കളയല്ലേ. ഇന്ന് പകൽക്കാലം നിങ്ങൾക്ക് എത്ര പേർക്ക് ദൈവത്തോട് ഇത് പറയാൻ കഴിയും? സ്തോത്രം. ലോകത്തിൻ്റെ മുഖത്തേക്ക് നോക്കി പലരും ലോകത്തിൽ വീഴുമ്പോൾ നീ വീഴാതെ നിൽക്കുന്ന ദൈവത്തിൻ്റെ കൃപയാ. അങ്ങനെ ആ കൃപയിൽ നിർത്തിയ ദൈവത്തിന് മുഴുമഹത്വം കൊടുക്ക്. എൻ്റെ കർത്താവ് ഒരിക്കലും നിന്നെ കൈവിട്ടു പോകത്തില്ല. നോക്ക്, കർമ്മേലിൻ്റെ കൊടുമുടി നിൽക്കുന്ന ഏലിയാവ് യാഗപീഠമൊന്ന് പണിതു. സ്തോത്രം. ഇന്ന് പകൽക്കാലം പറയട്ടെ, നിൻ്റെ ജീവിതത്തിലും യാഗപീഠങ്ങൾ പല സ്ഥലത്തും ഇടിഞ്ഞു പോയിട്ടുണ്ട്, പൊളിഞ്ഞു പോയിട്ടുണ്ട്. അതിനെയൊക്കൊന്ന് പുതുക്കി പണിയണം. വിശ്വാസത്തോടെ 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 എവിടെയൊക്കെയാണോ ഇടിഞ്ഞതെന്ന് ഓർത്തിട്ട് അതിനെയൊക്കൊന്ന് പറക്കിയെടുത്ത് ഒന്ന് ഒതുക്കി മനോഹരമായിട്ടൊന്ന് പണിയണം. ആ പണിയുന്ന ആ യാഗപീഠത്തിനകത്ത് നീ ഒന്ന് യാഗമർപ്പിച്ച് നോക്ക്. സ്തോത്രം. എന്ന് പറഞ്ഞാൽ നിൻ്റെ മുൻപിലുള്ള പ്രതികൂലങ്ങളെ കണ്ട് ഭയപ്പെടാതെ, നിൻ്റെ പിൻപിൽ നിന്നോട് വാദിക്കുന്ന ശത്രുവിൻ്റെ വാക്ക് കേട്ട് നിരാശപ്പെടാതെ, ഉറപ്പും ധൈര്യവുമുള്ള ഒരു ഹൃദയത്തോടെ, സ്തോത്രം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്, അവൻ എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി തരും, അവൻ എൻ്റെ ആഗ്രഹത്തെ നിവർത്തിക്കുമെന്ന് പറഞ്ഞ് ഏലിയാവ് നോക്കിയതുപോലെ ഉയരത്തിലേക്ക് നോക്കിയിട്ട് നീ പറയണം, കർത്താവേ, നീ അബ്രഹാമിൻ്റെ ദൈവമായി കൂടെയിരുന്നു, നീ ഇസഹാക്കിൻ്റെ ദൈവമായി കൂടെയിരുന്നു, ഇസ്രായേലിൻ്റെ ദൈവമായി നീ പ്രവർത്തിക്കുന്നെങ്കിൽ അവിടുത്തെ മഹത്വം യേശുക്രിസ്തുവിലൂടെ ഞങ്ങൾക്ക് തരുവാൻ അവിടുത്തേക്ക് മനസ്സലിവ് തോന്നിയെങ്കിൽ ഈ പകൽക്കാലം നിന്റെ മഹത്വം എനിക്ക് വേണ്ടി, എൻ്റെ തലമുറയ്ക്ക് വേണ്ടി, എൻ്റെ കൂട്ടാളിക്ക് വേണ്ടി, എൻ്റെ ഭവനത്തിന് വേണ്ടി ഇറങ്ങി വരണമേ എന്ന് പറഞ്ഞ് ദൈവസന്നിധിയിൽ നീ കരയാൻ തുടങ്ങിയാൽ ആഹാബിൻ്റെ തലയെ കുനിപ്പിച്ച് കർമ്മേലിൻ്റെ കൊടുമുടിയിൽ ദൈവമഹത്വം വെളിപ്പെടുത്ത സർവശക്തനായ ദൈവം നിനക്ക് വേണ്ടി ഇറങ്ങി വരും. Praise the Lord. വീഴുന്നവരെ കണ്ടിട്ടല്ല നീ ദൈവമുഖത്തേക്ക് നോക്കേണ്ടത്, നിൽക്കുന്നവരെ കണ്ടിട്ട് നോക്കണം. പിന്മാറിപ്പോയവരെ കണ്ടിട്ടാകരുത് നിന്റെ വിശ്വാസത്തിൻ്റെ മുന്നേറ്റം. പിന്നെയോ വിശ്വാസത്തിൽ ഓട്ടം തികച്ച അഭിഷക്തന്മാരെയും അഭിഷക്തകളെ നോക്കിയായിരിക്കണം നിന്റെ ഓട്ടം. സ്തോത്രം. അങ്ങനെ ഓടിയാൽ, സ്തോത്രം, നീ ജീവകിരീടം പ്രാപിക്കും, വിരുദ് പ്രാപിക്കും. വീണുപോയവരെ നോക്കി ഓടിയാൽ നീയും വീണു പോകും. സ്തോത്രം. ദൈവത്തിൻ്റെ വചനം ഇങ്ങനെ പറയുന്നു, മണവാളൻ വരുന്നു, മണവാളൻ വരുന്നുവെന്ന് പറഞ്ഞ് ആർപ്പുവിളി ഉണ്ടായപ്പോൾ, സ്തോത്രം, എണ്ണ കരുതിയിരുന്നവർ വിളക്ക് തെളിച്ചു. സ്തോത്രം. എണ്ണയില്ലാത്തവരോ എണ്ണ വാങ്ങുവാനായി അടുത്തുള്ള പട്ടണങ്ങളിലേക്ക് പോയി. സ്തോത്രം. ആ നേരം മണവാളൻ വന്നു. എണ്ണയുള്ളവരെ വിളക്ക് തെളിച്ച് അവരെ മണവാളൻ്റെ അടുക്കലേക്ക് കൊണ്ടുപോയി. ഇനിയും ഒരുങ്ങിയിരിക്കുന്ന ദൈവ പൈതലേ, നിൻ്റെ വിളക്ക് കെട്ടുപോകാതെ, കരിന്തിരി എരിയിച്ച് കളയാതെ, ദിനവും ദിനവും ആത്മാവിൽ ബലപ്പെട്ട് പരിശുദ്ധാത്മാവിൻ്റെ എണ്ണ കൊണ്ട് അതിലൊഴിച്ച് ജീവൻ്റെ വചനം കൊണ്ട് അതിനെ കത്തിക്ക്. സർവശക്തനായ ദൈവം നിന്നെ ആ പ്രകാശത്തിലിരിക്കുന്ന നിന്നെ കൊണ്ടുപോകുവാൻ മധ്യാകാശത്തിൽ വെളിപ്പെടും. അവിടെ വന്നിട്ട് അവൻ വിളിക്കും, എൻ്റെ മകനെ, എൻ്റെ മകളെ, ഇവിടെ കയറി വരിക എന്ന്. സ്വർഗത്തിൽ നിന്ന് ശബ്ദം കേൾക്കുമ്പോൾ, കാഹളനാദം കേൾക്കുമ്പോൾ, നീ ഭൂമിയിൽ ശരീരത്തോടിരിക്കുന്നെങ്കിൽ രൂപാന്തരം പ്രാപിക്കും. മണ്ണോട് മണ്ണായി ചേർന്നാൽ നീ രൂപാന്തരം പ്രാപിച്ച് നിത്യത്തിലേക്ക് പറന്നു പോകും. അങ്ങനെയെങ്കിൽ പറന്നു പോകുന്നതിന് മുമ്പ് ഈ ഭൂതലത്തിൽ കഷ്ടത്തിലൂടെയും കണ്ണുനീരിലൂടെയും ദുഃഖത്തിലൂടെയും ദുരിതത്തിലൂടെയും കടന്നു പോകുവാൻ എൻ്റെ കർത്താവ് അനുവദിക്കാതെ ഇരിക്കണമെങ്കിൽ, സന്തോഷത്തോടെ ജയജീവിതം നയിക്കുവാൻ നിന്നെ സഹായിക്കണമെങ്കിൽ, വിശ്വാസത്തോടെ, പൂർണ്ണ ഹൃദയത്തോടെ, പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ ശക്തിയോടെ ദൈവത്തിന് മഹത്വം കൊടുക്കണം. അത്രത്തോളം